നമ്മളൊക്കെ എഐയുടെ ലോകത്താണ് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ എഐ സിഗ്നലുകൾ ഉപയോഗിച്ച് ലാഭകരമായിട്ട് ട്രേഡ് ചെയ്യും? പലപ്പോഴും നമ്മുടെ സ്വന്തം ഐഡിയയിൽ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മുടെ കാൽക്കുലേഷൻസ് ഒക്കെ ഇടയ്ക്ക് തെറ്റിപ്പോകാറുണ്ട്. നല്ല ചാൻസ് കിട്ടി എന്ന് തോന്നുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റിൽ ട്രേഡിൽ എൻ്റർ ചെയ്യുകയും മാർക്കറ്റ് പെട്ടെന്ന് താഴേക്ക് പോകുമ്പോൾ പേടിച്ചൊരു ലോസിൽ എക്സിറ്റ് ചെയ്യുകയൊക്കെ നമ്മൾ പലപ്പോഴും ചെയ്യാറുണ്ട്. കുറച്ചുകൂടെ പ്രോഫിറ്റ് വരട്ടെ എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്ത് അവസാനം കിട്ടിയ പ്രോഫിറ്റ് കൂടി പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ ട്രേഡിംഗ് ജീവിതത്തിൽ ഒരുപാട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ലോകത്തുള്ള മിക്കവാറും ട്രേഡേഴ്സിന്റെയും പൈസ നഷ്ടപ്പെടുന്ന മെയിനായിട്ട് രണ്ട് ഇമോഷണൽ കാര്യങ്ങളാണ്. ഒന്നാമത്തേത് ഫിയർ ഓഫ് ഗ്രീഡ്, അല്ലെങ്കിൽ ആ ഒരു അത്യാഗ്രഹം, അല്ലെങ്കിൽ പേടി. മാർക്കറ്റ് നമുക്കെതിരെ പോകുമ്പോൾ നമ്മൾ പേടിക്കും, അനുകൂലമായിട്ട് വരുമ്പോൾ നമുക്ക് കൂടുതൽ ആഗ്രഹം തോന്നും. ഇമോഷണൽ ഡിസിഷൻസിന് ഒരു സൊല്യൂഷൻ ആയിട്ടാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതായത് എഐ വരുന്നത്. മനുഷ്യന്റെ ഇമോഷൻസ് പൂർണ്ണമായിട്ട് മാറ്റി നിർത്തി കോടിക്കണക്കിന് ഡേറ്റകളെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നല്ല ട്രേഡുകൾ കണ്ടുപിടിക്കാൻ എഐ സിഗ്നലുകൾക്ക് നമ്മളെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നതാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. ഇത് ചിലപ്പോൾ നിങ്ങളുടെ ട്രേഡിംഗ് സ്റ്റൈൽ തന്നെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിമറിക്കുന്ന ഒരു ഇൻപുട്ട് ആയിരിക്കും. തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് കാണുക. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് സനം സ്മാർട്ട് സേവിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. ട്രേഡിംഗിൽ പലപ്പോഴും എഐ സിഗ്നലുകൾ ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുന്നത് വളരെ നല്ല ലാഭക്ഷമത തരാറുണ്ട്. അപ്പോ ഈ ഒരു എ സിഗ്നൽ ഉപയോഗിച്ച് നമുക്ക് ട്രേഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ബെനിഫിറ്റ് നമുക്കിവിടെ നോക്കാം. നമുക്ക് എൻട്രി പോയിന്റ്, സ്റ്റോപ്പ് ലോസ്, അതുപോലെ ഇത് നമ്മുടെ ടാർഗറ്റ്. അപ്പോൾ ഈ ഒരു ട്രേഡ് ഇവിടെ സക്സസ് ആവുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഞാൻ ജസ്റ്റ് ഒരു ടോട്ടൽ ട്രേഡിംഗ് ടൈം ഞാനിവിടെ ജസ്റ്റ് മാർക്ക് ചെയ്ത് വെച്ചാണ്, നിങ്ങൾക്ക് ജസ്റ്റ് കാണാനുള്ള ഒരു മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പൊ നോക്കൂ, ഈ ട്രേഡ് ഇവിടെ സക്സസ് ആയിട്ടുണ്ട്. അപ്പൊ ഈ ട്രേഡ് സക്സസ് ആവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി കിട്ടിയ ഒരു ഇൻപുട്ടിന്റെ പിൻബലത്തിൽ, അല്ലെങ്കിൽ എ തന്ന ഒരു ഇൻപുട്ടിന്റെ പിൻബലത്തിലാണ് നമ്മൾ ഈ ട്രേഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈ ഒരു ട്രേഡ്, ഈ ഒരു മെത്തേഡ് നമുക്ക് സക്സസ്ഫുൾ ആവുമോ എന്ന് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ എന്താണ് എ ട്രേഡിംഗ് സിഗ്നൽ? ഒരു മാജിക് ബാൻഡോ അല്ലെങ്കിൽ ഒരു ഭാവി പ്രവചിക്കുന്ന മെഷീനോ ഒന്നുമല്ല. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മാർക്കറ്റിലെ കോടിക്കണക്കിന് ഡേറ്റ വളരെ ഫാസ്റ്റ് ആയിട്ട് അനലൈസ് ചെയ്ത് ട്രേഡ് എടുക്കാൻ ചാൻസ് ഉള്ള നല്ല ഓപ്പർച്യൂണിറ്റികളെ പറ്റി നമുക്ക് നല്ല അലേർട്ടുകൾ തരുന്ന ഒരു സിസ്റ്റമാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മെയിനായിട്ട് 4 ഭാഗങ്ങളാണുള്ളത്. ഒന്നാമത് ഡേറ്റ അനാലിസിസ്. ഒരേ സമയം കോടിക്കണക്കിന് ഡേറ്റ ആണ് എ ചെക്ക് ചെയ്യുന്നത്. ഒരു സാധാരണ മനുഷ്യന് ഇത്രയേറെ ഡേറ്റ മനസ്സിലാക്കാൻ ഒരുപാട് സമയമെടുക്കും. പഴയ ട്രേഡിംഗ് റേറ്റുകൾ, അല്ലെങ്കിൽ ട്രേഡിംഗ് വോളിയം, ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ്, മറ്റു വാർത്തകളിൽ തുടങ്ങി ഇന്റർനാഷണൽ ന്യൂസ് തുടങ്ങി സ്റ്റോക്കിന്റെ പ്രൈസിനെ ബാധിക്കുന്ന എല്ലാ ഇൻഫർമേഷനും കളക്ട് ചെയ്യും. രണ്ടാമതായിട്ട് പാറ്റേൺ റെക്കഗ്നേഷൻ. ഈ ഡേറ്റയിൽ നിന്ന് ചില പ്രത്യേക പാറ്റേൺസ് കണ്ടുപിടിക്കും. ഉദാഹരണത്തിന് ഒരു പ്രത്യേക ന്യൂസ് വരുമ്പോൾ സ്റ്റോക്ക് ഒരു സാധാരണയായിട്ട് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രൈസിൽ വോളിയം കൂടുമ്പോൾ മാർക്കറ്റ് മുകളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പഴയ ഡേറ്റ വെച്ച് തിരിച്ചറിയും. എക്സാമ്പിളിന് ഇപ്പൊ മഴക്കാലത്ത് വില കൂടുന്ന സ്റ്റോക്കുകൾ എന്ന് നമുക്ക് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ആ ഐഡിയ വെച്ച് ആ ഒരു സ്റ്റോക്കുകളെ കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യും. ഇനി നമുക്ക് മൂന്നാമത്തെ ആ ഒരു കാറ്റഗറിയിലേക്ക് പോകാം, മെഷീൻ ലേണിംഗ്. എയുടെ ഏറ്റവും വലിയ പവറാണിത്. മുമ്പ് കണ്ടുപിടിച്ച പാറ്റേണുകളിൽ നിന്ന് എപ്പോഴും പഠിച്ചുകൊണ്ടേയിരിക്കും. ഒരു സിഗ്നൽ കൊടുത്തിട്ട് അത് ശരിയായാൽ എന്തുകൊണ്ട് ശരിയായി എന്ന് പഠിക്കും, അത് തെറ്റിയാൽ എന്തുകൊണ്ട് തെറ്റി എന്നുകൂടി പഠിക്കും. അടുത്ത തവണ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ കൂടുതൽ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിക്കും. അതായത് സ്വയം ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സിസ്റ്റമാണ് എ. അപ്പോ നാലാമത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് സെന്റിമെന്റ് അനാലിസിസ്. സോഷ്യൽ മീഡിയ, ന്യൂസ്, ചാനലുകൾ, ഫോറങ്ങൾ, ഇവിടെയിലെ ചർച്ചകൾ നോക്കി ഒരു സ്റ്റോക്കിനെ കുറിച്ചോ അല്ലെങ്കിൽ മാർക്കറ്റിനെ കുറിച്ചോ ആളുകളുടെ ഒരു ജനറൽ സെന്റിമെന്റ് എന്താണ് ഒരു എക്ക് മനസ്സിലാക്കാൻ കഴിയും. ആളുകളുടെ വികാരങ്ങളാണ് പലപ്പോഴും മാർക്കറ്റിനെ ഡ്രൈവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ട്രേഡിംഗിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്ന് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഈ 4 കാര്യങ്ങൾ ഒരുമിച്ച് ചേർത്താണ് നിങ്ങൾക്കൊരു സിഗ്നൽ തരുന്നത്. സാധാരണയായിട്ട് ആ സിഗ്നലിൽ 3 കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാവും. ഒന്നാമത് എൻട്രി പോയിന്റ്, ഏത് പ്രൈസിൽ വാങ്ങണം അല്ലെങ്കിൽ വിൽക്കണം എന്നുള്ള ഡേറ്റ ഉണ്ടാവും. അതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസ്, ട്രേഡ് നമുക്ക് എതിരെ പോയാൽ എവിടെ വെച്ച് നഷ്ടത്തിൽ അവസാനിപ്പിക്കണം എന്ന ഒരു ഡീറ്റെയിൽസ് ഉണ്ടാവും. അതുപോലെ തന്നെ ടാർഗറ്റ്, എവിടെ ലാഭം ഉറപ്പിച്ച് ട്രേഡിൽ നിന്ന് പുറത്തു വരണം എന്ന ഡേറ്റയും അവിടെ ഉണ്ടാവും. അപ്പോൾ ഇത്രയും ക്ലിയർ ആയിട്ടുള്ള ഒരു പ്ലാൻ കയ്യിലുള്ളപ്പോ ഇപ്പൊ വാങ്ങണോ ഇനിയും വെയിറ്റ് ചെയ്യണോ, അതുപോലെയുള്ള കൺഫ്യൂഷൻസ് ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. നിങ്ങളുടെ മുന്നിൽ വ്യക്തമായിട്ടുള്ള ഒരു വഴി തെളിഞ്ഞു വരുന്ന ഒരു സാധ്യതയാണ് ഇവിടെയുള്ളത്. അപ്പൊ സിഗ്നലുകൾ എങ്ങനെ പ്രായോഗികമായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഞാനിവിടെ കാണിച്ചു തരുന്നത്. തിയറി കേൾക്കാൻ നല്ല രസമാണ്, പക്ഷെ ഇത് പ്രാക്ടിക്കലായിട്ട് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് വലിയൊരു കൺഫ്യൂഷൻ തന്നെയാണ്. അപ്പൊ നിങ്ങളൊരു ട്രേഡിംഗ് സിഗ്നൽ തരുന്ന പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുകയാണ്. രാവിലെ മാർക്കറ്റ് തുറന്ന ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നു. ബൈ റിലയൻസ്, എൻട്രി 1318, സ്റ്റോപ്പ് ലോസ് 1298, അല്ലെങ്കിൽ ടാർഗറ്റ് 1358. ഈ സിഗ്നൽ കണ്ട ഉടനെ ചാടിക്കയറി ട്രേഡ് എടുക്കരുത്. ഇവിടെയാണ് ഒരു സ്മാർട്ട് ട്രേഡർ സാധാരണക്കാരിൽ നിന്ന് വ്യത്യാസപ്പെടുന്നത്. നമ്മൾ ചെയ്യേണ്ടത് കോൺഫ്ലുവൻസ് അല്ലെങ്കിൽ ഒരു കൺഫർമേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സിഗ്നലിനെ നിങ്ങളുടെ സ്വന്തം അനാലിസിസിനായിട്ട് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ വിടുക. ചാർട്ട് ഓപ്പൺ ചെയ്ത് റിലയൻസിന്റെ ചാർട്ട് തുറന്ന് പറഞ്ഞ 1318 എന്ന പ്രൈസിൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ, അല്ലെങ്കിൽ അതൊരു ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ലെവൽ ആണോ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകുന്ന ഒരു പോയിന്റ് ആണോ എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഇനി ഇൻഡിക്കേറ്ററുകൾ ചെക്ക് ചെയ്യുക. നിങ്ങൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന 2 or
മൂന്നോ ഇൻഡിക്കേറ്ററുകൾ, മൂവിംഗ് ആവറേജ്, RSI ഒക്കെ എന്താണ് നമുക്കൊരു ഇൻഫർമേഷൻ തരുന്നത് എന്ന് കൂടി നോക്കുക. ഉദാഹരണത്തിന് പ്രൈസ് 50-ഡേ മൂവിംഗ് ആവറേജിന് മുകളിലാണെങ്കിൽ ഒരു നല്ല സൈനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ വോളിയം ശ്രദ്ധിക്കുക. പ്രൈസിൽ എത്തുമ്പോൾ നല്ല ട്രേഡിംഗ് വോളിയം ഉണ്ടോ എന്ന് നോക്കുക. നല്ല വോളിയത്തോടെ ഒരു ബ്രേക്ക്ഔട്ടിന് സസ്റ്റെയിൻ ചെയ്യാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ തരുന്ന സിഗ്നലുകളും നിങ്ങളുടെ ചെറിയ അനാലിസിസും ഒരേ ഡയറക്ഷനിലേക്കാണ് പോയിന്റ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ട്രേഡിന് ഒരു നല്ല വിജയ സാധ്യത കൂടുതലാണ്. അപ്പൊ ഇതിനെയാണ് ഒരു ഹൈ പ്രോബബിലിറ്റി ട്രേഡ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ അന്ധമായിട്ട് വിശ്വസിക്കുന്നില്ല, മറിച്ച് ഒരു എക്സ്പേർട്ട് അസിസ്റ്റന്റ് ആയിട്ടാണ്. അപ്പോൾ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഏതെന്ന സ്റ്റോപ്പ് ലോസ് സിസ്റ്റത്തിൽ കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്യുക എന്നതാണ്. ഒരുപക്ഷെ മാർക്കറ്റ് നിങ്ങൾക്ക് എതിരെ പോയാൽ ആ പോയിന്റ് നിങ്ങളുടെ ട്രേഡ് ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നിങ്ങളുടെ നഷ്ടം ലിമിറ്റ് ചെയ്യാൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് വർക്ക് ചെയ്യും. പേടി കാരണം നേരത്തെ ഇറങ്ങി പോകാനോ അല്ലെങ്കിൽ പ്രതീക്ഷ കാരണം നഷ്ടത്തിലേക്ക് വീഴാനോ ഒന്നും നിങ്ങളെ ഇത് സമ്മതിക്കില്ല. അപ്പോൾ ടാർഗറ്റ് എത്തുമ്പോൾ ലാഭം ബുക്ക് ചെയ്യാനും എയുടെ ഈ വാല്യൂകൾ നമ്മളെ സഹായിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഒരു അത്ഭുത വിളക്കല്ല. അപകടങ്ങൾ തിരിച്ചറിയുന്നത് വളരെ അത്യന്താപേക്ഷിതമാണ്. നമ്മളിപ്പോ ഇത്രയും നേരം പറഞ്ഞത് കേട്ട് കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കാം, ഒരു പണം കായ്ക്കുന്ന മരമാണ് എന്ന് വരെ നമുക്ക് തോന്നാം. എന്നാൽ റിയാലിറ്റി അതല്ല. സിഗ്നലുകൾ ഉപയോഗിക്കുന്നതും അതിൻ്റെതായിട്ടുള്ള റിസ്കുകളും ഉണ്ട്. അത് മനസ്സിലാക്കിയില്ലെങ്കിൽ വലിയ നഷ്ടം വന്നേക്കും. പ്രോബ്ലംസ് എന്താണ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമത്തേത് ഫാൾസ് സിഗ്നൽ. ഒരു സിസ്റ്റവും 100% പെർഫെക്റ്റ് അല്ല. ചിലപ്പോൾ തരുന്ന സിഗ്നലുകൾ തെറ്റിപ്പോകാം. മാർക്കറ്റ് എപ്പോഴും ഡേറ്റയെ മാത്രം ആശ്രയിച്ചല്ല മൂവ് ചെയ്യുന്നത് എന്നുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് നമ്മൾ മനസ്സിൽ വെക്കണം. അതുപോലെ തന്നെ ബ്ലാക്ക് സ്വാൻ ഇവന്റ്സ്, ഒരു യുദ്ധം, ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് അല്ലെങ്കിൽ ഒരു കമ്പനിയെ കുറിച്ചുള്ള ഒരു ബാഡ് ന്യൂസ്, ഇതൊക്കെ മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. അത്തരം സന്ദർഭങ്ങളിൽ എല്ലാ ടെക്നിക്കൽ അനാലിസിസും സിഗ്നലുകളും തെറ്റാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ്. മൂന്നാമത്തേത് ഓവർ കോൺഫിഡൻസ് ആണ്. തീർച്ചയായിട്ടും 2-3 ട്രേഡ് ലാഭത്തിലാവുമ്പോൾ നമ്മൾ നാച്ചുറൽ ആയിട്ട് ഒരു കോൺഫിഡൻസ് വരും. എല്ലാം അറിയാം എന്നൊരു തോന്നൽ അവിടെ ഉണ്ടാവും. അപ്പൊ ഏറ്റവും വലിയ അപകടം ഈ ഒരു ഓവർ കോൺഫിഡൻസ് തന്നെയാണ്. നമ്മൾ റിസ്ക് മാനേജ് ചെയ്യുന്ന മറക്കുന്നതിലേക്കും വലിയ ക്വാണ്ടിറ്റിയിൽ ട്രേഡ് ചെയ്യുന്നതിലും ഒക്കെ നമ്മൾ എത്താനുള്ള ഒരു സാധ്യതയുണ്ട്. ഒറ്റ ട്രേഡ് മതി നമ്മുടെ അക്കൗണ്ട് കാലിയാക്കാം. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു ഏരിയ നമ്മൾ നല്ല കോൺഫിഡൻസോടെ നല്ല ബുദ്ധിപരമായിട്ട് പ്ലാൻ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ സ്കാംസ്, 99% ആക്യുറസി ഉള്ള സിഗ്നൽസ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സ്കാം ആപ്പുകളും സർവീസുകളും ഇന്ന് നിലവിലുണ്ട്. ഒരു യഥാർത്ഥ സിസ്റ്റം അത്തരം വാഗ്ദാനങ്ങൾ തരില്ല. വിശ്വാസമില്ലാത്ത പ്ലാറ്റ്ഫോമുകൾക്ക് പണമോ പേഴ്സണൽ വിവരങ്ങളോ കൊടുക്കുന്നത് വലിയ അപകടങ്ങൾ ക്ഷണിച്ചു വരും. അപ്പോൾ റിസ്കുകൾ ഒഴിവാക്കാനുള്ള ഏറ്റവും നല്ല വഴി സിഗ്നലുകളെ ഒരു ഗൈഡായിട്ട് മാത്രം കാണുക എന്നുള്ളതാണ്. ഒരു ഫൈനൽ ഡിസിഷൻ എപ്പോഴും നിങ്ങളുടേതായിരിക്കും. അപ്പോൾ നിങ്ങൾ ട്രേഡിംഗ് സിഗ്നലുകൾ യൂസ് ചെയ്ത് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നെങ്കിൽ 5 കാര്യങ്ങൾ മനസ്സിൽ വെച്ചാൽ നിങ്ങൾക്ക് സേഫ് ആയിട്ട് തുടങ്ങാം. ഒന്ന്, പേപ്പർ ട്രേഡ് ചെയ്യുക. യഥാർത്ഥ പണം ഉപയോഗിക്കുന്നതിന് മുമ്പ് ഒരു മാസമെങ്കിലും ഡെമോ അക്കൗണ്ടിൽ സിഗ്നലുകൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടതുണ്ട്. സിഗ്നലുകളുടെ ആക്യുറസി എത്രയുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ സ്റ്റൈലിന് ചേർന്നതാണോ ഈ സിഗ്നലുകൾ എന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെ ചെറുതായിട്ട് തുടങ്ങുക. പേപ്പർ ട്രേഡിംഗിൽ വിജയിച്ചാൽ വളരെ ചെറിയ എമൗണ്ട് ഉപയോഗിച്ച് ട്രേഡ് ചെയ്ത് തുടങ്ങുക. ടോട്ടൽ ക്യാപിറ്റലിന്റെ 1-2% കൂടുതൽ ട്രേഡ് റിസ്ക് എടുക്കരുത്. അതുപോലെ തന്നെ ബാക്ക് ടെസ്റ്റിംഗ് ചെയ്യുക എന്നുള്ളതാണ്. പ്ലാറ്റ്ഫോമിൽ ബാക്ക് ടെസ്റ്റിംഗ് ഓപ്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉപയോഗിക്കണം. അതായത് പഴയ മാർക്കറ്റ് ഡേറ്റയിൽ ഈ സിഗ്നലുകൾ കൃത്യമായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടോ എന്ന് കൺഫേം ചെയ്യണം. അതുപോലെ തന്നെ ട്രേഡിംഗ് ജേർണൽ ഉണ്ടാക്കി വെക്കുക. നിങ്ങൾ എടുക്കുന്ന ഓരോ ട്രേഡും ബുക്കിലോ എക്സൽ ഷീറ്റിലോ ഒക്കെ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യുക. എന്ത് സിഗ്നൽ കിട്ടി, എന്തുകൊണ്ട് ട്രേഡ് എടുത്തു, റിസൾട്ട് എന്തായിരുന്നു, ഇവയൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. എന്ത് പാഠമാണ് നമ്മൾ ഈ ഒരു ട്രേഡിൽ നിന്ന് പഠിച്ചത്, എന്തൊക്കെ തെറ്റുകളാണ് ഞാനിവിടെ കറക്റ്റ് ചെയ്തത്, ഇതൊക്കെ നമ്മൾ എഴുതി വെക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അവസാനമായിട്ട് ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആയിരിക്കുക എന്നൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ട്രേഡ് ലാഭത്തിലായാലും ഓവറായിട്ട് സന്തോഷിക്കാനോ അല്ലെങ്കിൽ നഷ്ടത്തിലായാലും ഒരുപാട് വിഷമിക്കാനോ ഒന്നും പോരുത്. നിങ്ങളുടെ അടുത്ത ട്രേഡിനെ മോശമായിട്ട് ബാധിക്കാൻ ഈ ഒരൊറ്റ കാരണം മതിയാവും. ഓർക്കുക, ട്രേഡിംഗ് എന്ന് പറയുന്നത് പ്രോബബിലിറ്റീസിന്റെ ഒരു കളിയാണ്. ഓരോ ട്രേഡും ആ കളിയുടെ ഒരു ഭാഗം മാത്രമാണ്. ഇനി നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കടക്കാം. ട്രേഡിംഗ് സിഗ്നലുകൾ ഇന്നത്തെ ട്രേഡേഴ്സിന് കിട്ടിയ ഒരു പവർഫുൾ ടൂൾ തന്നെയാണ്. ട്രേഡിംഗിലെ നമ്മുടെ ഏറ്റവും വലിയ ശത്രുവായിട്ടുള്ള ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനും ഡാറ്റാബേസ് ചെയ്ത് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനും നമ്മളെ ഹെൽപ്പ് ചെയ്യും. പക്ഷേ അസിസ്റ്റൻസ് മാത്രമാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഒരു ഇൻസ്ട്രക്ടർ നമുക്ക് ഗൈഡ് ചെയ്ത് തരുന്ന പോലെ നമുക്ക് മാർക്കറ്റിന്റെ അവസരങ്ങൾ കാട്ടിത്തരികയാണ്. നമുക്ക് മാർക്കറ്റിലെ അവസരങ്ങൾ കൃത്യമായിട്ട് നേരത്തെ അറിയാൻ പറ്റും. സ്റ്റിയറിംഗ് പിടിക്കേണ്ടതും ബ്രേക്ക് ചവിട്ടേണ്ടതും ഒക്കെ നമ്മളാണ്. അവസാനം വണ്ടി ഓടിക്കേണ്ടതും നമ്മൾ തന്നെയാണ്. അപ്പൊ ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ സിഗ്നലുകളെ നിങ്ങളുടെ സ്വന്തം അറിവും കോമൺ സെൻസുമായിട്ട് ചേർത്ത് ഉപയോഗിച്ചാൽ നല്ല രീതിയിലുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ട്രേഡിങ്ങിനെ കുറിച്ചോ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചോ നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ ഡീറ്റെയിൽഡ് വീഡിയോകളുമായിട്ട് ഇനി നിങ്ങൾക്ക് മുന്നിലേക്ക് എത്താം. നമുക്ക് ഒരുമിച്ച് പഠിക്കാം, ഒരുമിച്ച് ഗ്രോ ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.